Hello, my dear students. Welcome back to Isaac's Physics Classroom. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് സെക്കൻഡ് ബുക്കിലേക്ക് കടക്കുകയാണ്. സെക്കൻഡ് ബുക്കിലെ ചാപ്റ്റർ 9, ദറ്റ് ഈസ് ഫസ്റ്റ് ചാപ്റ്റർ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. സെക്കൻഡ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ അല്ലെങ്കിൽ ചാപ്റ്റർ നമ്പർ 9, ദറ്റ് ഈസ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. ഈ ചാപ്റ്ററിൽ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് എലാസിറ്റി ആണ് കൂടുതലായിട്ട് ചോദിക്കുന്ന കണ്ടന്റ്. നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് ഡെഫിനിഷൻസും ആൻഡ് സ്ട്രെസ് സ്ട്രെയിൻ, ഈ രണ്ട് ടോപ്പിക് ബേസ്ഡ് ആണ് ഈ വീഡിയോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇത്രയും ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഡിഫോമിംഗ് ഫോഴ്സ്, സെക്കൻഡ് വൺ റീസ്റ്റോറിംഗ് ഫോഴ്സ്, ആൻഡ് തേർഡ് വൺ ഇലാസ്റ്റിറ്റി, ആൻഡ് ഫോർത്ത് വൺ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ബോഡി, ആൻഡ് ഫിഫ്ത്ത് വൺ പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക് ബോഡി, ദെൻ പെലാസിറ്റി, ദെൻ സ്ട്രെസ് സ്ട്രെയിൻ. ഇത്രയും ഡെഫിനിഷൻസ് ആണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കൺസെപ്റ്റ് സ്ട്രെസ് സ്ട്രെയിൻ ആണ്. അതുപോലെ തന്നെ എലാസിറ്റി എന്ന പ്രോപ്പർട്ടി എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യമാണ് നമുക്ക് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, deforming forces. The forces applied on a solid bodies to produce a change in its dimension, shape or size are called deforming force. When a deforming force is applied, the body is said to be deformed. അപ്പോൾ ഡിഫോമിംഗ് ഫോഴ്സ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഒരു ഒബ്ജക്റ്റിൽ അല്ലെങ്കിൽ ഒരു ബോഡിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ഡിഫോമിംഗ് ഫോഴ്സ്. അപ്പോൾ ഡിഫോമിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഷേപ്പിനോ സൈസിനോ ചേഞ്ച് വരാം, ചേഞ്ച് വരാതെ ഇരിക്കാം. അപ്പോൾ കൊടുക്കുന്ന ഫോഴ്സിനെ പറയുന്ന പേരാണ് ഡിഫോമിംഗ് ഫോഴ്സ്. അപ്പോൾ ഡിഫോമിംഗ് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഷേപ്പിനോ സൈസിനോ ചേഞ്ച് വന്നാൽ നമ്മൾ പറയും ദ ബോഡി ഈസ് ഡിഫോംഡ്. സോ ഡിഫോമിംഗ് ഫോഴ്സ് ഇസ് നോൺ ആസ് ജസ്റ്റ് അപ്ലൈഡ് ഫോഴ്സ്. Second one, restoring force. The force developed inside the body when a deforming force is applied on it is called restoring force. In equilibrium state, the restoring force is numerically equal to the deforming force. അപ്പോൾ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് ഡിഫോമിംഗ് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പോൾ ഒരു ഫോഴ്സ് കൊടുത്തു കഴിയുമ്പോൾ ആ ഫോഴ്സിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ബോഡിയിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ആ ഡിഫോമിംഗ് ഫോഴ്സ് കൊടുക്കുമ്പോൾ ആ ബോഡി ഡിഫോംഡ് ആവും. ഡിഫോംഡ് ആവുമ്പോൾ തിരിച്ചതിനെ കൊണ്ടുവരാനുള്ള റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, തിരിച്ചു കൊണ്ടുവരുന്നത്. സോ അപ്ലൈഡ് ഫോഴ്സ് ഇസ് നോൺ ആസ് deforming force, and restoring the force ആണ് that is developed inside the body is known as restoring force. അപ്പോൾ ഈ രണ്ട് ഫോഴ്സ് ജസ്റ്റ് ഇത് ഡെഫിനിഷൻ പഠിച്ചാൽ, അല്ലാതെ വേറെ കൺസെപ്റ്റ്സ് ഒന്നും ആവശ്യമില്ല. എവിടെയെങ്കിലും ഏതെങ്കിലും കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഡിഫോമിംഗ് ഫോഴ്സ് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉപയോഗിക്കുമ്പോൾ അത് അറിഞ്ഞിരിക്കണം, അത്രേ ഇതിന് ആവശ്യമുള്ളൂ. നെക്സ്റ്റ് വൺ, ഇലാസ്റ്റിസിറ്റി. Elasticity is the property of material bodies by which the body tends to regain its original dimension, size and shape on the removal of the deforming force. അപ്പോൾ എലാസ്റ്റിക് പ്ലാസ്റ്റിക് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് വേറൊരു കൺസെപ്റ്റ് ഓർമ്മ വരും. പക്ഷേ എന്താ ഇലാസ്റ്റിറ്റി എന്ന് പറയുമ്പോൾ പറയുന്നത് എ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ബോഡി, ബോഡിയുടെ പ്രോപ്പർട്ടിയാണ്. എന്ത് പ്രോപ്പർട്ടിയാണ്? ബോഡി ടെൻസ് ടു റീഗെയിൻസ് ഇറ്റ്സ് ഒറിജിനൽ ഡയമെൻഷൻ. അതായത് നമ്മൾ ഡിഫോമിംഗ് ഫോഴ്സ് കൊടുത്തു, ഡിഫോമിംഗ് ഫോഴ്സ് എടുത്തു മാറ്റുമ്പോൾ ആ ബോഡി തിരിച്ചു വരികയാണെങ്കിൽ ഈ പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് ഇലാസിറ്റി. അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടി എക്സിബിറ്റ് ചെയ്യുന്ന മെറ്റീരിയൽ നമുക്ക് എന്താ പറയാം, ഇലാസ്റ്റിക് മെറ്റീരിയൽസ് എന്ന് പറയാം. അതായത് ഡിഫോമിംഗ് ഫോഴ്സ് എടുത്തു മാറ്റി, ശ്രദ്ധിക്കണം, റിമൂവൽ ഓഫ് ഡിഫോമിംഗ് ഫോഴ്സ് ആണ്, അപ്ലൈ ചെയ്യുമ്പോഴല്ല. ഡിഫോമിംഗ് ഫോഴ്സ് എടുത്തു മാറ്റി കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റ് തിരിച്ചു വരുന്നുവെങ്കിൽ ആ ഒബ്ജക്റ്റിനെ വിളിക്കുന്ന പേരാണ് ഇലാസ്റ്റിക് ഒബ്ജക്റ്റ്. അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് ഇലാസ്റ്റിസിറ്റി. It is also defined as the capacity or ability of material bodies to oppose any deformation. ഇത് ഓർത്തിരിക്കണം, കാരണം പൊതുവെ വളരെ എളുപ്പത്തിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ. സ്റ്റീൽ ആൻഡ് റബ്ബർ വിച്ച് ഈസ് മോർ ഇലാസ്റ്റിക്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പറയും റബ്ബർ ഈസ് ഇലാസ്റ്റിക്, കാരണം നമുക്ക് അങ്ങനെ വരിക. പക്ഷെ മനസ്സിലാക്കി വെക്കണം, സ്റ്റീൽ ആണ് മോർ ഇലാസ്റ്റിക് ദാൻ റബ്ബർ. എന്തുകൊണ്ടാണ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെർട്ടിക്കുലർ ഡിഫോർമേഷൻ ഫോഴ്സ് രണ്ടിനും അപ്ലൈ ചെയ്തു, സ്റ്റീലിനും അപ്ലൈ ചെയ്തു, റബ്ബറിനും അപ്ലൈ ചെയ്തു. അപ്പോൾ റബ്ബർ എന്ത് ചെയ്യും, നന്നായിട്ട് ഇലോങ്ങേറ്റ് ചെയ്യും, സ്റ്റീൽ ഇലോങ്ങേറ്റ് ചെയ്യില്ല. അതിനർത്ഥം എന്താണ്, കൊടുക്കുന്ന ഫോഴ്സിനെ സ്റ്റീലാണ് കുറെ കൂടി ഒപ്പോസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇലാസിറ്റി എന്ന പ്രോപ്പർട്ടിയെ ഇങ്ങനെയും ഡിഫൈൻ ചെയ്യാം. ഏത് മെറ്റീരിയൽ ആണോ കൂടുതൽ ഡിഫോർമേഷനെ അപ്പോസ് ചെയ്യുന്നത് അത് ഇലാസിറ്റി കൂടുതലാണെന്ന് പറയാം. അപ്പോൾ നേരെ മറിച്ച് റബ്ബർ ആകുമ്പോൾ നമ്മൾ ഡിഫോർമേഷൻ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെ കൂടുതൽ ഡിഫോർമേഷൻ ഉണ്ടാവുന്നു, സ്റ്റീൽ കുറച്ച് ഡിഫോർമേഷനേ ഉണ്ടാവുന്നുള്ളൂ. അതായത് സ്റ്റീൽ വയറും റബ്ബർ വയറും ആണെങ്കിൽ ഒരു പർട്ടിക്കുലർ ഫോഴ്സ് രണ്ടിലും ഈക്വൽ ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ സ്റ്റീൽ വയർ ഇലോങ്ങേറ്റ് ചെയ്യില്ല, പക്ഷെ റബ്ബർ നന്നായിട്ട് ഇലോങ്ങേറ്റ് ചെയ്യും. അതിനർത്ഥം എന്താണ്, റബ്ബർ ഈ ഡിഫോർമേഷന് ഒപ്പോസിഷൻ കുറവാണ്, അതുകൊണ്ടല്ല അത് ഇലോങ്ങേറ്റ് ചെയ്യാൻ കാരണം. നേരെ മറിച്ച് സ്റ്റീൽ ആണെങ്കിലോ
കൊടുക്കുന്ന ഡിഫോർമേഷൻ ഫോഴ്സിന് നന്നായിട്ട് എന്ത് ചെയ്യുന്നു, ഒപ്പോസ് ചെയ്യുന്നു. അപ്പൊ ഏത് മെറ്റീരിയൽ ആണോ കൊടുക്കുന്ന ഫോഴ്സിനെ കൂടുതൽ ഒപ്പോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പറയാം ഒരു പെർട്ടിക്കുലർ ഫോഴ്സ് കൊടുത്തപ്പോൾ ഇലോങ്ങേഷൻ ഏറ്റവും കുറവ് എവിടെയാണോ അവൾക്കാണ് ഇലാസിറ്റി കൂടുതൽ. അപ്പോൾ റബ്ബറും സ്റ്റീലും ഏതാണ് ഇലാസിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റീലാണ് റബ്ബറിനെക്കാളും ഇലാസിറ്റി. കാരണം ഡിഫോർമേഷൻ ഫോഴ്സിന് കൂടുതൽ ഒപ്പോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്റ്റീൽ കുറച്ച് മാത്രമേ ഡിഫോം ചെയ്യുന്നുള്ളൂ, റബ്ബർ നന്നായിട്ട് ഡിഫോം ചെയ്യുന്നു. അപ്പോൾ ഡിഫോർമേഷൻ ഫോഴ്സിന് കൂടുതൽ ഒപ്പോസ് ചെയ്യുന്നത് സ്റ്റീലാണ്. അതുകൊണ്ട് സ്റ്റീലാണ് മോർ ഇലാസ്റ്റിക് ദാൻ റബ്ബർ. നെക്സ്റ്റ്, പെർഫെക്റ്റ് ഇലാസ്റ്റിക് ബോഡി. അപ്പൊ എന്താണ് ഈ പെർഫെക്റ്റ് ഇലാസ്റ്റിക് ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ബോഡി ഈസ് സെറ്റ് ടു ബി പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് if it regains its original dimensions immediately and completely on removal of deforming force. അപ്പോൾ രണ്ട് വാക്കാണ് ഇമ്പോർട്ടൻറ്റ്, ഇമീഡിയറ്റ്ലി ആൻഡ് കംപ്ലീറ്റ്ലി. അതായത് ഡിഫോമിംഗ് ഫോഴ്സ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ തിരിച്ചു വരുന്ന ബോഡിനെ വിളിക്കുന്ന പേരാണ് ഇലാസ്റ്റിക് ബോഡി. തിരിച്ചു വരുമ്പോൾ പെട്ടെന്നും മുഴുവനായിട്ട് തിരിച്ചു വന്നാൽ അതിനെ വിളിക്കുന്ന പേരാണ് പെർഫെക്റ്റ് ഇലാസ്റ്റിക് ബോഡി. എക്സാമ്പിൾസ് ആണ് കോഡ്സ് ആൻഡ് ഫോസ്ഫറസ് ബ്രോൺസ് ആർ നിയർലി പെർഫെക്റ്റ് ഇലാസ്റ്റിക് ബോഡി. അതുകൊണ്ടാണ് ചില സെൻസിറ്റീവ് ഇൻസ്ട്രുമെന്റിന് സ്പ്രിങ് വേണമെങ്കിൽ ഫോസ്ഫറസ് ബ്രോൺസ് കൊണ്ട് നമ്മൾ ഉപയോഗിക്കുക. കാരണം അത് പെർഫെക്റ്റ് ഇലാസ്റ്റിക് ബോഡി ആയതാണ്. പെട്ടെന്ന് തിരിച്ചു വരും, മുഴുവനായിട്ടും എന്ത് ചെയ്യും, തിരിച്ചു വരും. പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക് ബോഡി, ഐഡിയൽ പ്ലാസ്റ്റിക്സ്. അപ്പൊ എന്താണ് ഈ പെർഫെക്റ്റ് പ്ലാസ്റ്റിക് ബോഡി എന്ന് പറയുന്നത്? എ ബോഡി ഈസ് സെറ്റ് ടു ബി പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക്. It does not show any tendency to regain its original dimension on the removal of the deforming force. അതായത് ഡിഫോമിംഗ് ഫോഴ്സ് എടുത്തു മാറ്റി കഴിഞ്ഞാൽ ഒരു ടെൻഡൻസിയും കാണിക്കില്ല. അതായത് ഡിഫോമിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ ഷേപ്പ് എങ്ങനെ മാറിയോ അത് അങ്ങനെ തന്നെ നിൽക്കും. അതിനെ വിളിക്കുന്ന പേരാണ് പെർഫെക്റ്റ് പ്ലാസ്റ്റിക് ബോഡി. അപ്പോൾ സ്വാഭാവികമായിട്ട് ചിലർക്ക് സംശയം ഉണ്ടാവും, എന്താ പ്ലാസ്റ്റിക് ബോഡി എന്ന് പറഞ്ഞാൽ when deforming force is removed it does not regain its original dimension. അതായത് ഡിഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു വന്നില്ല എങ്കിൽ ആ ബോഡിയെ വിളിക്കുന്ന പേരാണ് പ്ലാസ്റ്റിക് ബോഡി. ഈ പ്രോപ്പർട്ടി എക്സിബിറ്റ് ചെയ്യുമ്പോൾ പ്ലാസ്റ്റിറ്റി എന്ന് പറയാം. അപ്പൊ എലാസ്റ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫോമിംഗ് ഫോഴ്സ് എടുത്തു മാറ്റിയാൽ തിരിച്ചു വരുന്നത് ഇലാസ്റ്റിക് ബോഡീസ് ആണ്, തിരിച്ചു വരാത്ത പ്ലാസ്റ്റിക് ബോഡീസ് ആണ്. പെട്ടെന്ന് മുഴുവനായിട്ട് തിരിച്ചു വന്നാൽ പെർഫെക്റ്റ് ഇലാസ്റ്റിക് ആണ്. ഒരു ടെൻഡൻസിയും കാണിച്ചില്ലെങ്കിൽ അതിൽ പറയും പെർഫെക്റ്റ് പ്ലാസ്റ്റിക് ബോഡി. അപ്പോൾ ഇതാണ് ഇലാസിറ്റി, പ്ലാസിറ്റി, പ്ലാസ്റ്റിക് ബോഡീസ്, ഇലാസ്റ്റിക് ബോഡി. ഇത്രയും കാര്യമാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് പുട്ടി, വാൾപുട്ടിയാണ്, വെറ്റ് മഡ്, നനഞ്ഞ മണ്ണ്, ക്ലേ ആർ നിയർലി പ്ലാസ്റ്റിക്, പെർഫെക്റ്റ് പ്ലാസ്റ്റിക് ബോഡി. നിയർലി എന്ന് പറയാൻ കാരണം ചെറിയ ടെൻഡൻസി കാണിക്കും, പുട്ടിയിലൊക്കെ ചെറിയ, പക്ഷേ നമുക്ക് പറയാം ഓൾമോസ്റ്റ് എന്താണ് പെർഫെക്റ്റ് പ്ലാസ്റ്റിക്കിന് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ അല്ലെ എക്സാമ്പിൾസ് ആണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ എലാസിറ്റി പറഞ്ഞ പെർഫെക്റ്റ് ഇലാസ്റ്റിക് കോഡ്സ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ പുട്ടി, വാൾപുട്ടി, വെറ്റ് മഡ്, ക്ലേ ഒക്കെ പെർഫെക്റ്റ് പ്ലാസ്റ്റിക്കിന് എക്സാമ്പിൾസ് ആയിട്ട് മനസ്സിലാക്കി വെക്കണം. നെക്സ്റ്റ്, പ്ലാസിറ്റി. Plasticity is the property of material bodies by which it does not tends to regain its original dimension on the removal of the deforming force. Deforming force എടുത്തു മാറ്റി കഴിഞ്ഞാൽ തിരിച്ചു വന്നില്ലെങ്കിൽ അത് പ്ലാസ്റ്റിക് ബോഡീസ് എന്ന് പറഞ്ഞു. ഈ പ്രോപ്പർട്ടി എക്സിബിറ്റ് ചെയ്യുന്ന മെറ്റീരിയൽ പറയുന്ന പേര്, ഈ പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണെന്ത്, പ്ലാസ്റ്റിസിറ്റി. നെക്സ്റ്റ്, സ്ട്രെസ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഈ ചാപ്റ്ററിൽ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കൺസെപ്റ്റ് ആണ് സ്ട്രെസ്. അപ്പോൾ ഇതുവരെയൊക്കെ പറഞ്ഞത് ജസ്റ്റ് ഫോർ നമുക്ക് എന്താ ഒരു അണ്ടർസ്റ്റാൻഡിങ് ലെവലിൽ മനസ്സിലാക്കിയാൽ മതി. പക്ഷേ ഇത് മുതൽ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ശരിക്കും എന്ത് ചെയ്യണം, അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മാത്രം പോരാ, അത് ഡീറ്റെയിൽ ആയിട്ട് ബൈ ഹാർട്ട് ചെയ്യും വേണം. സോ എന്താണ് സ്ട്രെസ്? സ്ട്രെസ് is a restoring force developed in a body per unit area is called stress. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം, stress is equal to restoring force by area, അല്ലെങ്കിൽ പറയാം restoring force by area. Simply we can say force by area. So stress എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ എന്ന് വിളിക്കുന്ന പേരാണ് സ്ട്രെസ്. അതിന് യൂണിറ്റ് നമുക്ക് നോക്കാം, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. കാരണം ന്യൂട്ടൺ ഫോഴ്സിന്റെ യൂണിറ്റ് ആണ്, ഏരിയ മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഓർ ന്യൂട്ടൺ മീറ്റർ റൈസ് ടു -2 എന്ന് പറയാം, അല്ലെങ്കിൽ പാസ്കൽ എന്ന് പറയാം. കാരണം പ്രഷറും സ്ട്രെസ്സിന്റെ ഒക്കെ യൂണിറ്റ് എന്താണ്, സെയിം ആണ്. പ്രഷർ എന്ന് പറയുമ്പോൾ ഇവിടെ ഫോഴ്സിന് പകരം നമ്മൾ ത്രസ്റ്റ് എന്ന് പറയാം. കാരണം പെർപെൻഡിക്കുലർ ഫോഴ്സിനാണ് നമ്മൾ പ്രഷർ എന്ന് പറയാം, അല്ലെങ്കിൽ ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ആണ്. അപ്പോൾ സ്ട്രെസ്സിന്റെയും പ്രഷറിന്റെയും ഒക്കെ യൂണിറ്റ് ഡയമെൻഷൻ എന്താണ്, സെയിം ആണ്. SI യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ പാസ്കൽ എന്ന് പറയാം. സോ ഡയമെൻഷൻ ഈസ് ഈക്വൽ ടു ml റൈസ് ടു -1 t റൈസ് ടു -2. പ്രഷറിന്റെയും സ്ട്രെസ്സിന്റെയും ഒക്കെ ഡയമെൻഷൻസ് എന്താണ്, സെയിം ആണ്. സ്ട്രെസ് ഇസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. അപ്പോൾ പുതിയ ഫിസിക്കൽ ക്വാണ്ടിറ്റി പഠിക്കും, യൂണിറ്റ് പഠിച്ചു, ഡയമെൻഷൻ പഠിച്ചു, സ്കെയിലാണെന്ന് പഠിച്ചു. അപ്പോൾ സ്ട്രെസ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ഇറ്റ്സ് ഫോഴ്സ് പെർ ഏരിയ ആൻഡ് യൂണിറ്റ് ഈസ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, ഡയമെൻഷൻ ml റൈസ് ടു -1 t റൈസ് ടു -2 ആൻഡ് ഇറ്റ് ഇസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. നെക്സ്റ്റ്, സ്ട്രെയിൻ. അടുത്ത ടോപ്പിക്കാണ് സ്ട്രെയിൻ. The ratio of change dimension to the original dimension is called strain.
സോ സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഡയമെൻഷൻ ബൈ ഒറിജിനൽ ഡയമെൻഷൻ. അപ്പോൾ ചേഞ്ച് ഇൻ ഡയമെൻഷൻ സെൻസ് എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഏരിയ ബൈ ഒറിജിനൽ ഏരിയ, ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം എന്നൊക്കെ പറയാം. അപ്പോൾ ഒരേ റേഷ്യോ ആണ്, സെയിം ക്വാണ്ടിറ്റി റേഷ്യോ ആയതുകൊണ്ട് ഇതിന് യൂണിറ്റും ഉണ്ടാവില്ല, ഡയമെൻഷൻസ് ഇല്ല. സ്ട്രെയിൻ ഹാസ് നോ യൂണിറ്റ് ആൻഡ് നോ ഡയമെൻഷൻ. അപ്പോൾ സ്ട്രെസ്സും സ്ട്രെയിനും കറക്റ്റായിട്ട് മനസ്സിലാക്കണം. സ്ട്രെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ഒരു ഒബ്ജക്റ്റിലും ഫോഴ്സ് അപ്ലൈ ചെയ്തു, അപ്പോൾ സ്ട്രെസ്സും സ്ട്രെയിനും ഡെവലപ്പ് ചെയ്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഫോഴ്സ് അപ്ലൈ ചെയ്താൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്തു. സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ ഷേപ്പിനോ സൈസിനോ ചേഞ്ച് വരണം. അല്ലാതെ ഒരു ഒബ്ജക്റ്റിൽ, ഫോർ എക്സാമ്പിൾ, ഒരു വാളിൽ പോയിട്ട് നമ്മൾ പുഷ് ചെയ്യണം, അപ്പോൾ പുഷ് ചെയ്യുമ്പോൾ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നു. പക്ഷെ വാളിന് ഒരു ചേഞ്ചും വരുന്നില്ല എങ്കിൽ അവിടെ സ്ട്രെയിൻ ഉണ്ടാവുന്നില്ല. അപ്പോൾ സ്ട്രെസ് മാത്രം ഉണ്ടായി സ്ട്രെയിൻ ഇല്ലാതിരിക്കാം. പക്ഷെ മനസ്സിലാക്കണം, ഒബ്ജക്റ്റിൽ ഒരു ഡീഫോർമേഷൻ ഫോം, അതായത് ലെങ്ത് മാറുകയോ ഏരിയ മാറുകയോ വോളിയം മാറുകയോ ചെയ്തു കഴിഞ്ഞാൽ സ്ട്രെയിൻ എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഈ രണ്ട് ടോപ്പിക്, ഈ വീഡിയോയിൽ ഏറ്റവും ലാസ്റ്റ് പറഞ്ഞ സ്ട്രെസ് സ്ട്രെയിൻ, ഈ രണ്ട് കൺസെപ്റ്റ്സ് ആണ് നമുക്ക് ഇനി വരുന്ന പ്രൊസീഡിങ്സ് വീഡിയോസിൽ ആവശ്യമുള്ള, അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ ആവശ്യമുള്ള രണ്ട് കൺസെപ്റ്റ് ആണ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. അപ്പോൾ സ്ട്രെസ് മീൻസ് ഫോഴ്സ് ബൈ ഏരിയ ആണ്. സ്ട്രെയിൻ എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ, ഒറിജിനൽ ഡയമെൻഷൻ ആണ്. അത് ലെങ്ത്തിലാവാം, ഏരിയയിലാവാം, എന്തിലും ആവാം, ലെങ്ത്, ബ്രെഡ്ത്ത്, തിക്നെസ് എങ്ങനെയും ആവാം. അപ്പോൾ ഡയമെൻഷൻ ഒരേ റേഷ്യോ ആയതുകൊണ്ടാണ് യൂണിറ്റ് ഇല്ല എന്ന് പറയാൻ കാരണം. അപ്പോൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഇൻഡിപെൻഡന്റ് ആയിട്ട്, കറക്റ്റ് ഡിഫറൻസ് ആയിട്ട് നീ മനസ്സിലാക്കണം. സ്ട്രെസ്സും പ്രഷറും തമ്മിൽ വ്യത്യാസം. പ്രഷർ മീൻസ് ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറയുമ്പോൾ സ്ട്രെസ് ആണ്, ത്രസ്റ്റ് ബൈ ഏരിയ എന്ന് പറയുമ്പോൾ പ്രഷർ ആണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഹോപ്പ് ദിസ് കൺസെപ്റ്റ്സ് ആർ വെരി ക്ലിയർ ടു യു. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, ഫീൽ ഫ്രീ ആസ്ക് ത്രൂ കമന്റ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.